വൈദിക ബന്ധം ഭാവനയിൽ വാർത്തെടുത്തതാണ് ഈ ദൃശ്യശില്പം. ദൈവത്തിന്റെയും ഗുരുജനങ്ങളുടെയും അഭിമന്യ സദസ്സിന്റെയും അനുഗ്രഹാശിസുകൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കും. ഇന്ന് പൂതൻ വരണ ദിവസമല്ലേ? പൂതനോ? അതെന്താ സാധനം? അയ്യേ, പട്ടണത്തില് വളരണ അമ്മൂന് ഇതൊന്നും അറിയില്ലേ. പൂതൻ എന്ന് വെച്ചാ ഭൂതം. നങ്ങേലിന്നൊരു അന്തർജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കട്ടോണ്ട് പോകും. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ? ഇല്ല മുത്തശ്ശി, എനിക്ക് ആ കഥ ഒന്ന് പറഞ്ഞു തരൂ മുത്തശ്ശി. പിന്നെന്താ, പറഞ്ഞു തരാലോ. പൂതൻ വരാൻ ഇനി സമയമുണ്ട്. അതിനു മുൻപ് തന്നെ പറഞ്ഞു തരാം. വാ, നമുക്ക് തറയിലിരിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി പൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാപമായി മാറിയ കഥയാണ്. അത് കേട്ടാൽ അമ്മൂന്റെ സംശയങ്ങളൊക്കെ മാറും. എനിക്കതൊന്ന് കേൾപ്പിച്ചു തരൂ. പിന്നെന്താ, ദാ കേട്ടോളൂ. ആറ്റിൻപക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടൊരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേരി. കാച്ചിയ മോരൊഴിച്ചൊട്ടി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേ. താഴെ വെച്ചാലും ഭരിച്ചാലും തലയിൽ വെച്ചാലും തേടലിച്ചാലും തങ്കക്കുടത്തിനെ താലോലം പാടിട്ടു തങ്ക കട്ടിൽ പട്ടു വിരിച്ചിട്ട് അങ്ങനെ പൂണ്ടുട കട്ടി ഉണക്കിട്ടു ചാഞ്ഞുമയക്കുന്നു നങ്ങേരി. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാതും ഉറച്ചു കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളിൽ കൗതുകമേറി കഴിഞ്ഞു. അങ്ങനെ നങ്ങേലി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസവും ഭംഗിയിലൊരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഉണ്ണി പോണത് നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, എന്തൊരു ഭംഗിയുള്ള കുട്ടി. ഭൂതാണേലും അവളൊരു സ്ത്രീയല്ലേ. ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോന്ന്. അതെന്ത് ചെയ്യുന്നോ, അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയിലൊരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ടങ്ങനെ നിന്നു. അവള് പറഞ്ഞു, പൊന്നുണ്ണി പൂങ്കരളെ ഒന്നണയും പൊൻകതിൽ ഓലയിടു താടികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ. കാട്ടിലെറിഞ്ഞണയുകിലോ കലഹിക്കും ഗുരുനാഥൻ പൂത്തമല ചോട്ടിലിരുന്നൊളിനെയും പെൺകൊടിയേ. പൊന്നുണ്ണി പൂങ്കരളെ ഒന്നണയും പൊൻകതിൽ മണ്ണോടിൻ വടിവിലും നീലക്കല്ലോലകളിൽ മാതളിൽ തൂവെള്ളി ചെറുമുല്ല പൂമുനയാ പൂന്തണലിൽ കാട്ട തിരിരയും നെഴുതാലോ
ഓലയെഴുത്താണികളെ നാട്ടിലെ നിങ്ങളയൂ ചോട്ടിനെയും പെൺകൊടി ഓലയെഴുത്താണികളെ കാട്ടിലിരാ ഞാൻ കളവൂ കാട്ടിലിരാ ഞാൻ കളവൂ. എഴുത്താണി ഇരുമ്പല്ലേ, അതങ്ങട് കളഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി. സ്കൂളിൽ പോണ്ടല്ലോ നോട്ടപ്പോ ഉണ്ണിക്കും സന്തോഷായി. ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറമണിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പാവമ്മ ഉണ്ണിയെ കാണാതെ സങ്കടപ്പെടണ്ടാവും അല്ലേ? സങ്കടപ്പെടണ്ടാവുന്നു, കേട്ടോളൂ. വെയിൽ മങ്ങി മഞ്ഞ കതിരു പൊങ്ങി വിയങ്കണത്തിലെ കാർകൾ പൊങ്ങി എഴുതുവാൻ പോയ കിടാവു വന്നില്ല എവിടെ പോയി നങ്ങേരി നിന്നു തേങ്ങി ആറ്റിൻ കരകളിൽ അങ്ങിങ്ങോളം അവനെ വിളിച്ചു നടന്നാളമ്മ നീട്ടി കളിക്കും പരമീനല്ല നീളവേ നിശ്ചലം നിന്നു